കോൺഗ്രസ് നേതൃത്വം DK ശിവകുമാറിനെ പോലുള്ളവരെ നേതൃനിരയിലേക്ക് പരിഗണിക്കാൻ താമസിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പോഴാണ് DK കർണാടകയുടെ മുഖ്യമന്ത്രിയായത്. അതിനു മുമ്പ് അദ്ദേഹം പല തവണ അതിന് അർഹതയുണ്ടായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ തഴയുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് പലയിടത്തും ഉണ്ടാകുന്ന സാഹചര്യം. ജ്യോതിരാദിത്യ സിന്ധ്യയെ കോൺഗ്രസ് കമൽനാഥിന് വേണ്ടി തഴഞ്ഞതുപോലെ സച്ചിൻ പൈലറ്റിനെ കൃത്യമായും അശോക് ഗെഹ്ലോട്ടിന്റെ വിരോധത്തിന് പാത്രമാക്കാൻ കോൺഗ്രസ് ഒരു പദാർത്ഥം പോലെ അവിടെ ആക്ട് ചെയ്യുകയായിരുന്നു. പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പല നേതാക്കളെയും ഉപജാപകരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ്. കൃത്യമായി ദളിതനെന്നോ പിന്നാക്കമെന്നോ അല്ലെങ്കിൽ ജാതി വർണ്ണഭേദ മന്യേ വേർതിരിവില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഗുജറാത്തിൽ ജിഗ്നേഷ് മെവാനിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം. അതല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തെ കറിവേപ്പല പോലെ കളയുന്ന സംസ്കാരം മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഗുജറാത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില നേതാക്കന്മാർ, അഹമ്മദ് പട്ടേൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉപജാപക വൃന്ദങ്ങളായിട്ടുള്ള ഏതാനും ചില നേതാക്കന്മാരെ മാത്രം കോൺഗ്രസ് നേതൃനിരയിലേക്ക് പരിഗണിക്കും. അതിന്റെ ഫലമോ ഗുജറാത്തിൽ കോൺഗ്രസ് ഇന്നേ വരെ പച്ചപിടിക്കാത്ത അതുകൊണ്ടാണ്. 95-ന് ശേഷം BJP ചെറിയ വ്യത്യാസത്തിലെങ്കിലും അധികാരം നിലനിർത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നേതൃനിരയിൽ മാറ്റമുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം 2 കൊല്ലത്തിനകം 8 സംസ്ഥാനങ്ങളിൽ ഭരണമാറ്റം ഉണ്ടായേക്കാവുന്ന എല്ലാ സാധ്യതകളുമുണ്ട്. അതിൽ ഹിമാചൽ പ്രദേശിൽ ഭരണം നിലനിർത്തുന്നതിനോടൊപ്പം പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും കൃത്യമായി ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും. 2028 ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിൽ മധ്യപ്രദേശ് മാത്രമാണ് സംശയിക്കേണ്ടത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് വിചാരിച്ചാൽ ചെയ്യാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. സംഭവ്യമായ കാര്യങ്ങൾ തന്നെയാണ് അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അതല്ലാതെ അതൊന്നും ഭഗീരഥ പ്രയത്നമല്ല. താഴെത്തട്ടിൽ വരെ, ബൂത്ത് ലെവലിൽ വരെ പ്രവർത്തിക്കാൻ ഏജന്റുമാരും അവർക്ക് മുഴുവൻ സമയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ടും കോൺഗ്രസ് നേതാക്കൾ അടിച്ചു മാറ്റാതെ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നിയമസഭാ സാമാജികരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവ് ഈ അടുത്ത 24 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിന് 2ാം ചിന്തൻ ശിബിരോ 3ാം ചിന്തൻ ശിബിരോ ഒന്നും വേണ്ട. കോമൺ സെൻസ് മതിയാകും.